ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് മിൻഹാ അർബഅത്തുൻ ഹുറും. അല്ലാഹു പടക്കപ്പെട്ട 12 മാസങ്ങൾ 4 മാസം ബഹുമാനിക്കപ്പെട്ട മാസമാണ്. ആ ബഹുമാനിക്കപ്പെട്ട മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട മാസമാണ് റജബ്. പരിശുദ്ധമായ റമളാൻ മുന്നിട്ട് വരുന്ന ഈ റജബ് കടന്നു വരുമ്പോൾ തന്നെ നമ്മുടെ ദുആയ്ക്ക് വ്യത്യാസമുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ഇലാ റമളാൻ. റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. വബല്ലിഗ്നാ ഇലാ റമളാൻ, റമളാനിലേക്ക് ഞങ്ങൾ ആയുസ്സിനെ നീ എത്തിക്കണേ അല്ലാഹ്. മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടെ വളരെ ആത്മാർത്ഥതയോടുകൂടി കണ്ടിരുന്ന മാസമാണ് ഷഹ്റുല്ലാഹ്, അള്ളാഹുവിന്റെ മാസമാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിന്റെ വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് റജബ് മാസത്തിന്റെ 1-ാമത്തെ രാവ്. റജബ് മാസത്തിന്റെ 1-ാമത്തെ രാവിൽ അള്ളാഹു ദുആയ്ക്ക് ഉറപ്പായിട്ടും ഉത്തരം നൽകുമെന്ന് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റഹിമഹുല്ലാഹ് നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം. ഖാല ശാഫിഈ റളിയല്ലാഹു അൻഹു ബലഗനാ അന്നഹു കാന യുഖാൽ. ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്, ഇന്ന ദുആ യുസ്തജാബു ഫീ 5 ലയാലിൻ. 5 രാവുകളിലുള്ള ദുആയ്ക്ക് ഉറപ്പായിട്ടും മറുപടി കിട്ടുമെന്നാണ് നമ്മുടെ ഇമാമായ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്. അത് ഒന്ന് ലൈലത്തുൽ ജുമുഅ, ജുമുഅയുടെ രാവാണ്. വലൈലത്തുൽ അദ്ഹ, വലിയ പെരുന്നാളിന്റെ രാവ്. വലൈലത്തുൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ രാവ്. അവ്വലു ലൈലത്തുൻ മിൻ റജബ്, റജബിന്റെ 1-ാമത്തെ രാവ്. പിന്നെ നിസ്ഫു ശഅബാൻ, ശഅബാന്റെ 15-ാം രാവ്. അപ്പൊ ഈ 5 രാവുകൾ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എണ്ണിയ രാവുകൾ വളരെ പ്രധാനപ്പെട്ട റജബിന്റെ രാവാണ്. 15ഓളം രാവുകൾ ദുആക്ക് ഇജാബത്തുള്ള രാവുകൾ ഇമാമികൾ എണ്ണി പറയുന്നുണ്ട്. അതിൽ പ്രഥമ സ്ഥാനം കൊടുത്തത് തന്നെ റജബിന്റെ 1-ാമത്തെ രാവാണ്. നാം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണത്. റജബിന്റെ 1-ാമത്തെ രാവിൽ ബഹുമാനപ്പെട്ട അലി ഹൈദറുൽ ഖറാർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സ്വഹാബി, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മരുമോൻ, ആ രാത്രിയിൽ ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് അശ്രദ്ധമായി കളയാതെ, ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരു പരിശുദ്ധ റമളാൻ മാസം നമ്മിലേക്ക് കടന്നു വരികയും പെട്ടെന്നൊരു ഖുർആൻ എടുത്തോതുകയും പെട്ടെന്നൊരു തറാവീഹ് നിസ്കാരം, പെട്ടെന്നൊരു ഇബാദത്ത്, പെട്ടെന്നൊരു നോമ്പാകുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, റമളാനായിട്ട് ഈ ഒരു ഖത്തം തീർക്കാൻ പറ്റിയിട്ടില്ല, നോമ്പ് നല്ലോണമൊന്നും പിടിക്കാൻ പറ്റിയില്ല, കുറെ ഹറാമുകൾ ഞാൻ കണ്ടുപോയി, തിന്നുപോയി, ചിന്തിച്ചു പോയി, ഇത് റമളാൻ പരിപൂർണമായിട്ട് കിട്ടിയില്ല, ലൈലത്തുൽ ഖദ്ർ കിട്ടിയെന്നൊരു അറിവും എനിക്കില്ല. കളയുന്നു. ആ റമളാന്റെ ലൈലത്തുൽ ഖദ്റും റമളാന്റെ പുണ്യങ്ങളും റമളാന്റെ എല്ലാ നന്മകളും നമുക്ക് കിട്ടണമെങ്കിൽ നാം ഈ ദുആക്ക് ഇജാബത്തുള്ള രാവുകളെ പ്രയോജനപ്പെടുത്തേണ്ട സഹോദരങ്ങളെ. റജബ് മുതൽ നമ്മൾ തുടങ്ങണം, വേണ്ടി ഒരുങ്ങണമെന്നാണ്. പക്ഷേ റജബിലെങ്കിലും ഞാനും നിങ്ങളും ഒരുങ്ങിയില്ലെങ്കിൽ പരിശുദ്ധ റമളാന്റെ എല്ലാ പുണ്യങ്ങളും നേടിയെടുക്കാൻ ഒരു പക്ഷേ നമുക്കത് പറ്റാതെ വരും. അത് വലിയ അപകടം തന്നെയല്ലേ? യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം, അള്ളാഹു ബഹുമാനിച്ച മാസം, അള്ളാഹുവിന്റെ പേരിനോട് ചേർത്ത് വെച്ച മാസം, അങ്ങനെ നിരവധി അനവധി അനുഗ്രഹങ്ങളും അനുഭൂതികളുമുണ്ട് ഈ പരിശുദ്ധമായ റജബിന്റെ മാസത്തിൽ. മഹാന്മാരായ സ്വാലിഹീങ്ങളായ മുൻഗാമികൾ മരിക്കാൻ വേണ്ടി കൊതിച്ചിരുന്ന മാസമാണ് റജബ് മാസം. അത്രത്തോളം പുണ്യമുണ്ട്. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ റജബുൻ ഷഹറുല്ലാഹ്, അള്ളാഹുവിന്റെ മാസമാണ് റജബ്. അള്ളാഹുവിന്റെ പേരിനോട് ചേർത്ത് വെച്ച മാസമാണ് റജബ്. അള്ളാഹുവിന്റെ പേര് ചേർക്കുമ്പോൾ തന്നെ അതിന്റെ സവിശേഷത കൂടി. അള്ളാഹുമായിട്ട് ഏതൊരു വസ്തുവിന്റെ പേര് ചേർക്കപ്പെട്ടു അതിന് മഹത്വമുണ്ട്. ഉദാഹരണം ബൈത്തുല്ലാഹ് എന്ന പേരാണ് ബൈത്തുല്ലാഹ്. 1,00,000-ഓളം പ്രതിഫലമുണ്ട് ഒരൊറ്റ റക്അത്ത് കഅബയിൽ നിസ്കരിച്ചാൽ എന്നാണ്. സ്വാലിഹ് നബിയുടെ ഒട്ടകം കാഫിരീങ്ങൾ കുടിക്കുന്ന ദിവസം നിങ്ങൾ കുടിക്കരുത്, മദ്യപിക്കാൻ വേണ്ടിയിട്ട് അവർ ആ ഒട്ടകം അള്ളാഹു അവരെ നശിപ്പിച്ച് കളയുകയും ചെയ്ത കാര്യം നാം വിശുദ്ധമായ ഖുർആനിന്റെ ഒട്ടകം, അള്ളാഹുവിന്റെ വീട്, അള്ളാഹു ദിവസം, അള്ളാഹുവിന്റെ അടിമ അബ്ദുള്ള മനുഷ്യ കിട്ടാൻ അടിമയായതുകൊണ്ടാണ് ബനി ആദം, ആ അടിമകൾ മനുഷ്യനെ അള്ളാഹു ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അശ്രദ്ധയെ നമ്മൾ ഒഴിവാക്കണം. നമ്മളൊന്ന് ജാഗരൂകരാകണം. അവസരങ്ങൾ
നശിപ്പിച്ചു കളയുന്ന ദിക്റുകൾ വളരെ പ്രധാന റജബിന് 30 നോമ്പ് നമ്മൾ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. നിങ്ങളെ ഇവിടെയൊക്കെ ഞാനും നിങ്ങളും ഒരുപാട് നോമ്പ് പിടിക്കാൻ പറ്റിയില്ലെങ്കിലും നിൽക്കലാണ് വളരെ പ്രധാനപ്പെട്ട. നന്മ ചെയ്യും പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നന്മയിലും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തു ഞാനും നിങ്ങളും നമ്മൾ ദുആ റജബ് മാസം അല്ലാഹുവേ അല്ലാഹ് വബല്ലിഗ്നാ ിലേക്ക് നീ എത്തിക്കണം. നീ തരണേ റബ്ബേ. ഞങ്ങൾ അലൈക്കും